ഹായ് കൂട്ടുകാരെ, ഞങ്ങളുടെ ഫാമിലിയിലുള്ള എല്ലാവർക്കും ഹാപ്പി ദീപാവലി. എല്ലാവരും ദീപാവലിക്ക് അടിച്ചു പൊളിച്ചോ? ഞങ്ങളെ ക്യാമ്പിനകത്ത് ഞങ്ങളുടെ ദീപാവലി ആഘോഷം കാണണ്ടേ. ഇവിടെ എല്ലാ കോട്ടേഴ്സുകളിലും സന്ധ്യ ആകുമ്പോഴത്തേനും എല്ലാവരും തീ കത്തിക്കുന്ന നോക്കി നിൽക്കും. ഞാൻ അവർ കത്തിച്ചു തുടങ്ങുമ്പോൾ ഞാനും പോയി തീ കത്തിച്ചു തുടങ്ങും. എന്നെ സഹായിക്കാനായിട്ട് ഫെബിയും ഉണ്ടേ. ഇവിടത്തുകാരുടെ ഏറ്റവും വലിയ ആഘോഷമല്ലേ ദീപാവലി എന്ന് പറയുമ്പോൾ. ഇപ്പം നമുക്കും ആ ഒരു ഹാപ്പി ആയി തുടങ്ങി കേട്ടോ. ദീപാവലി എത്തുമ്പോൾ ഞങ്ങളുടെ തൊട്ട് മുന്നേ ഉള്ള റൂമിലുള്ള എല്ലാവരും നാട്ടിൽ പോയി. അവരെല്ലാം നാട്ടിൽ പോകുന്ന സമയമാണ്. സ്കൂളിലെല്ലാം ലീവായ കാരണം നാട്ടിൽ പോകുന്ന സമയമാണ്. ഞങ്ങൾ പറഞ്ഞ് പ്രത്യേകം ഏൽപ്പിച്ചിട്ട് പോയായിരുന്നു ഇവിടെ എല്ലാം തീയെ കത്തിച്ചോണേ എന്ന്. അതുകൊണ്ട് തന്നെ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ നമ്മളും തീയെ കത്തിക്കാനായിട്ട് ട്രൈ ചെയ്ത് കേട്ടോ. എല്ലാ ഫ്ലോറിലും ഇതുപോലെ തീയെ കത്തിക്കും, ലൈറ്റുകളിടും. എല്ലാവരും ഭയങ്കര ഹാപ്പിയിലല്ലേ. ഇത് കണ്ടോ, നമ്മുടെ തൊട്ട് താഴെയുള്ള ഫ്ലോറിലാണ്. അവരും ലൈറ്റെല്ലാം ഇട്ടിട്ടുണ്ട്. ആ ഫ്ലോർ ഫുള്ള് ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ജിൻസി എത്തിയണ്ടോ. ജിൻസി നമ്മളെ ഹെൽപ്പ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഈ സ്റ്റെപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ളതായിരിക്കും, കാരണം എൻ്റെ സ്ഥിരം ഷൂട്ടിംഗ് ഏരിയ ഈ സ്റ്റെപ്പാണ്. ഇനി നമുക്ക് ശരിക്കും ഇവിടുത്തെ ദീപാവലി ആഘോഷം കാണണമെന്നുണ്ടെങ്കിൽ ഈ ബിൽഡിങ്ങിൻ്റെ താഴെ ഇറങ്ങണം. അങ്ങനെ ഞങ്ങൾ പുറത്തോട്ട് പോകാനായിട്ട് ഇങ്ങനെ തയ്യാറായിട്ട് നിൽക്കുമ്പോഴത്തേക്കാണ് ഇത് കണ്ടില്ലേ, ഹാപ്പി ദീപാവലി പറയാനായിട്ട് നമ്മുടെ ഫ്രണ്ട്സൊക്കെ അവരിങ്ങനെ സ്വീറ്റ്സൊക്കെ കൊണ്ട്. എല്ലാം ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, ഈ കിട്ടിയ ക്ലിപ്പ് ഞാൻ എടുത്തന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഞങ്ങൾ എല്ലാവരുമായിട്ട് ഞങ്ങൾ ടവറിൻ്റെ തൊട്ട് താഴെ ഇറങ്ങുമ്പോൾ കണ്ടോ, ഓരോരുത്തരായിട്ട് ഇവിടെ നല്ല അടിപൊളി ആഘോഷത്തിലാണ്. എല്ലാ കോട്ടേഴ്സുകളിലും ഇതുപോലെ ലൈറ്റുകളെല്ലാം ആയിട്ട് ഭയങ്കര കളർഫുള്ളായിരിക്കും. പിന്നെ നമുക്ക് പടക്കൊക്കെ പൊട്ടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ താഴോട്ട് തന്നെ ഇറങ്ങി വരണം, കാരണം മേളിൽ വെച്ച് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ താഴോട്ട് വന്ന് ഓരോ സമയത്തിന്, രാത്രിയായാലും തീരത്തില്ല, എല്ലാവരും താഴോട്ട് വന്നിട്ടാണ് ഇതുപോലെ പടക്കങ്ങളൊക്കെ പൊട്ടിക്കുന്നത്. താഴെ ഇറങ്ങി വന്നു കഴിയുമ്പോൾ ഏത് സൈഡ് തിരിഞ്ഞു നോക്കിയാലും ഓരോ ഫാമിലിക്കാരും ഓരോ കോണുകളിൽ കാണും കേട്ടോ ഇതുപോലെ പടക്കങ്ങൾ പൊട്ടിക്കാനായിട്ട്. ഞങ്ങളും അങ്ങനെ ഒരു സൈഡിലോട്ട് മാറി നിന്ന് ഞങ്ങളെ കയ്യിലുള്ള സംഭവങ്ങളെല്ലാം ഞങ്ങൾ വെച്ച് തുടങ്ങി. കാരണം എന്തെന്നറിയാം, 4 സൈഡിൽ നിന്ന് ഇങ്ങനെ വരുന്നതുകൊണ്ട് അതൊരു ശ്രദ്ധ കൂടെ വേണം. ഈ പൂത്തിരിയും കമ്പിത്തിരിയും റോക്കറ്റും ഒക്കെ വയ്ക്കുമ്പോൾ എല്ലാവരും പരസ്പരം ശ്രദ്ധിക്കുന്നതുകൊണ്ട് വലിയ അങ്ങനെ കുഴപ്പങ്ങളൊന്നും പറ്റുന്നില്ല. എന്നാലും എല്ലാവരും ഒന്ന് ശ്രദ്ധ വെച്ചേക്കും. ജിൻസിക്ക് ഇത് കൈകൊണ്ട് തൊടാൻ പേടിയായതുകൊണ്ട് ജിൻസി കൈകൊണ്ട് തൊടുന്നില്ല കേട്ടോ. പക്ഷെ ആൾ ഭയങ്കര ഹാപ്പിയാണ്. അവൾ മാത്രമല്ല കേട്ടോ, എല്ലാവർക്കും ഹാപ്പിയാണ്. കാരണം നമുക്ക് ദീപാവലി എന്ന് പറയുമ്പോൾ ഇവിടെ എല്ലാവരും ആഘോഷിക്കുന്നതല്ലേ, അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ഹാപ്പി. ഓണം ക്രിസ്മസ് എന്ന് പറയുമ്പോൾ ഇവിടെ ക്യാമ്പിൽ എല്ലാവരും ആഘോഷിക്കുന്നതല്ല. കാരണം ഓണം എന്ന് പറയുമ്പോൾ ഇവിടെ അറിയത്ത പോലുമില്ല. നമ്മൾ മലയാളീസ് മാത്രമല്ലേ ആഘോഷിക്കുന്നുള്ളൂ. ദീപാവലി അതുമല്ല, കോമൺ ആയതുകൊണ്ടാണ് ഇത്രയധികം ഹാപ്പി എല്ലാവർക്കും. അതിന് വ്യക്തമായിട്ട് നമ്മളെല്ലാവരും അടിച്ച് പൊളിച്ചു കേട്ടോ. നമ്മുടെ തൊട്ട് ഓപ്പോസിറ്റ് സൈഡിൽ കണ്ടോ, അടുത്ത് വേറെ ഫാമിലിക്കാരുണ്ട്. ഇതുപോലെ കുറച്ച് സ്പേസ് ഇട്ടേ ഓരോരുത്തരായിട്ട് നിൽക്കുള്ളൂ കേട്ടോ. ഞങ്ങളൊക്കെ വെച്ച് കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾ പോവും, അടുത്ത കുറേ ഫാമിലീസ് താഴെ ഇറങ്ങും. അങ്ങനെ മാറി മാറി ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഒരു 10-11 മണി വരെയൊക്കെ ഇങ്ങനെ എല്ലാവരും പുറത്ത് കാണും. 10-11 മണി വരെ അല്ല, 12 മണി 1 മണി ആയാലും എല്ലാവരും കാണും. കുറച്ചായിട്ട് ഇതുപോലെ ചെയ്യും അവരവരുടെ ടൈമിനനുസരിച്ച്. ഒരു പ്രത്യേക വൈബല്ലേ അത്. ഓരോ സൈഡിൽ നിന്നായിട്ട് എല്ലാവരും ഇങ്ങനെ പടക്കുകൾ വയ്ക്കുന്നുണ്ടെങ്കിലും പരസ്പരം എല്ലാവരും കെയർ ചെയ്യും. അതുപോലെ പരസ്പരം നല്ല സഹകരണമാണ്. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ഇത്രയധികം ഹാപ്പി ആയിരിക്കുന്നത്. അങ്ങനെ ഞങ്ങളെ കയ്യിലുള്ള സംഭവങ്ങളെല്ലാം തീർത്ത് ഞങ്ങൾ നേരെ ക്വാർട്ടേഴ്സിലോട്ട് പോവുകയാണ്. എന്തിനാണെന്നല്ലേ, ഇത് തന്നെ സംഭവം. കാരണം ഫുഡ് അടി കൂടെ കഴിഞ്ഞാലല്ലേ ദീപാവലി കംപ്ലീറ്റ് ആവുള്ളൂ. റൈസും ചപ്പാത്തിയും കേരള പൊറോട്ടയും ഷവായിയും പിസയും സൈ പനീറും എല്ലാം വെച്ചിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ഹാപ്പി ആയിട്ട് ഫുഡ് കഴിക്കുവാണ്. ഞങ്ങളെല്ലാം കൂടെ കുക്ക് ചെയ്ത് തന്നെയാണ്. ചെറിയ ടേബിൾ ആയതുകൊണ്ട് ടേബിളിലിരിക്കാൻ പറ്റാത്ത കാരണം ഞാനും ജിൻസിയും
നിലത്തിരിക്കുന്നുണ്ട്. ഞങ്ങളെല്ലാം കൂടെ ഒരുമിച്ചിരുന്ന് തന്നെയാണ് ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടെ എല്ലാവർക്കും ഹാപ്പി ദീപാവലി.